PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിനും CSEB എക്സാമുകൾക്കും വേണ്ടി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാങ്കിങ്ങിലെ മൂന്നാമത്തെ മൊഡ്യൂളിലെ അവസാനത്തെ ടോപ്പിക് റീജിയണൽ റൂറൽ ബാങ്ക്സ്. റീജിയണൽ റൂറൽ ബാങ്ക്സ് നമുക്കറിയാം, റീജിയണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകളാണ് റീജിയണൽ റൂറൽ ബാങ്ക് അല്ലെങ്കിൽ ഗ്രാമീൺ ബാങ്ക്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഇന്ത്യയിൽ ആദ്യമായി റീജിയണൽ റൂറൽ ബാങ്ക് നിലവിൽ വന്നത് 1975 ഒക്ടോബർ 2-നാണ്. 1975 ഗാന്ധി ജയന്തി ദിനത്തിൽ നിലവിൽ വന്നതാണ് ഫസ്റ്റ് റീജിയണൽ റൂറൽ ബാങ്ക്. അത് പ്രഥമ ബാങ്കാണ്. ഉത്തർപ്രദേശിലെ മൊറാദാബാദ് എന്ന സ്ഥലത്ത് ഫോം ചെയ്ത പ്രഥമ ബാങ്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ RRB അല്ലെങ്കിൽ റീജിയണൽ റൂറൽ ബാങ്ക്. റീജിയണൽ റൂറൽ ബാങ്ക് ഫോം ചെയ്തത് 1975 നരസിംഹം കമ്മിറ്റി റിപ്പോർട്ട് ഓൺ റൂറൽ ക്രെഡിറ്റിൻ്റെ ബേസിസിലാണ്. 1975 നരസിംഹം കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് റീജിയണൽ റൂറൽ ബാങ്ക് വന്നത്. ഇത് ഇന്ദിരാഗാന്ധിയുടെ 20 പോയിൻറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് നിലവിൽ വന്നത്. റീജിയണൽ റൂറൽ ബാങ്കിന് വേണ്ടിയുള്ള ഓർഡിനൻസ് പാസ്സായത് 1975 സെപ്റ്റംബർ 26-നാണ്. 1975 സെപ്റ്റംബർ 26-ന് RRB ഓർഡിനൻസ് പാസ്സാവുന്നു. 1975 ഒക്ടോബർ 2-ന് RRB നിലവിൽ വരുന്നു. RRB ആക്ട് വരുന്നത് 1976-ലാണ്. RRB ആക്ട് നിലവിൽ വന്ന വർഷം 1976. ആദ്യം 5 RRBs ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഇന്ത്യയിൽ ആസ് എ പാർട്ട് ഓഫ് 20 പോയിൻറ്റ് പ്രോഗ്രാം ഓഫ് ഇന്ദിരാഗാന്ധി. അതിൽ ആദ്യത്തേതാണ് ഉത്തർപ്രദേശിലെ മൊറാദാബാദിൽ വന്ന പ്രഥമ ബാങ്ക്. ഓരോ RRBക്കും ഒരു സ്പോൺസർ ചെയ്യുന്ന ഒരു പബ്ലിക് സെക്ടർ ബാങ്ക് ഉണ്ടായിരിക്കും. പ്രഥമ ബാങ്കിനെ സ്പോൺസർ ചെയ്തത് സിൻഡിക്കേറ്റ് ബാങ്കാണ് വിത്ത് ഇനിഷ്യൽ ഷെയർ ക്യാപിറ്റൽ 5 crores. പ്രഥമ ബാങ്കിൻ്റെ ഇനിഷ്യൽ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5 കോടിയായിരുന്നു. അതിന് സ്പോൺസർ ചെയ്തത് സ്പോൺസറിംഗ് ബാങ്ക് എന്ന് പറയുന്നത് സിൻഡിക്കേറ്റ് ബാങ്കാണ്. ബാക്കി 4 ബാങ്കുകൾ ഇവയൊക്കെയാണ്. ഗൗർ ഗ്രാമീൺ ബാങ്ക് സ്പോൺസർ ചെയ്തത് യൂക്കോ ബാങ്ക് അല്ലെങ്കിൽ യുണൈറ്റഡ് കൊമേഴ്സ്യൽ ബാങ്ക്. രണ്ടാമത്തേത് ഗോരഖ്പൂർ ക്ഷേത്രീയ ഗ്രാമീൺ ബാങ്ക് സ്പോൺസർ ചെയ്തത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഹരിയാന ക്ഷേത്രീയ ഗ്രാമീൺ ബാങ്ക് ഇതിനെ സ്പോൺസർ ചെയ്തത് പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. നാലാമത്തേത് ജയ്പൂർ നാഗ്പൂർ അഞ്ചാലിക് ഗ്രാമീൺ ബാങ്ക്. ഈ ഒരു ബാങ്കിനെ സ്പോൺസർ ചെയ്തത് യൂക്കോ ബാങ്ക് അല്ലെങ്കിൽ യുണൈറ്റഡ് കൊമേഴ്സ്യൽ ബാങ്ക്. റീജിയണൽ റൂറൽ ബാങ്ക്സ് ആർ ഇന്ത്യൻ ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്ക്സ് ഓപ്പറേറ്റിംഗ് അറ്റ് എ റീജിയണൽ ലെവൽ ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ. RRB നിലവിൽ വന്നത് 1975 ഒക്ടോബർ 2-നാണ്. ഒക്ടോബർ 2-ന് നിലവിൽ വന്ന വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നാഫഡ്. നാഫഡ് വന്നത് 1958 ഒക്ടോബർ 2-നാണ്. കേരളത്തിലെ RRB ആണ് കേരള ഗ്രാമീൺ ബാങ്ക്. ഇതാണ് ഇന്ത്യയിലെ ലാർജസ്റ്റ് RRB എന്ന് പറയുന്നത്. കേരള ഗ്രാമീൺ ബാങ്ക് ഈസ് ദ ലാർജസ്റ്റ് RRB ഇൻ ഇന്ത്യ. RRBയുടെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ 1 or more റവന്യൂ ഡിസ്ട്രിക്റ്റ്. ഇത് സ്റ്റേറ്റ് ഓൺഡ് ബാങ്കാണ്, ഒരു പ്രൈമറി ബാങ്കാണ്, റീജിയണൽ ബേസ്ഡ് ബാങ്കാണ്, റൂറൽ ഓറിയൻറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷനുമാണ്. RRBയുടെ റീഫിനാൻസിങ് ഏജൻസിയാണ് നബാർഡ്. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത് നബാർഡ് ത്രൂ ആണ്. RRBയുടെ റീഫിനാൻസിങ് ഏജൻസി നബാർഡ്. അടുത്തത് ക്യാപിറ്റൽ സ്ട്രക്ചറാണ്. RRBയുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ 1 crore. RRBയുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ 1 crore ആണ്. ഇഷ്യൂഡ് ക്യാപിറ്റൽ നോട്ട് ലെസ് ദാൻ 25 lakh ഓർ എക്സീഡ് 1 crore. RRBക്ക് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും സ്പോൺസറിംഗ് ബാങ്കുമാണ്. അത് 50:15:35 എന്ന ഒരു റേഷ്യോയിലാണ്. അതായത് 50% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റും 15% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റും 35% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സ്പോൺസേഡ് ബാങ്കുമാണ്. ആ റേഷ്യോ മാറിപ്പോയത് 50:15:35 സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് സ്പോൺസറിംഗ് ബാങ്ക്. RRBയുടെ റെഗുലേറ്റഡ് അതോറിറ്റി ആരാണെന്ന് ചോദിച്ചാൽ RBI ആണ്. സൂപ്പർവൈസ്ഡ് അതോറിറ്റി നബാർഡാണ്. RRBയെ റെഗുലേറ്റ് ചെയ്യുന്നത് RBIയും സൂപ്പർവൈസ് ചെയ്യുന്നത് നബാർഡുമാണ്.
NABARD entrusted the responsibility of inspecting RRB under BR Act section 35 subsection 6, but the regulatory powers continue vested with the RBI. അടുത്തത് മാനേജ്മെൻ്റ് ആണ്. മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ 9 അംഗങ്ങളാണുള്ളത്, ഇൻക്ലൂഡിംഗ് ചെയർമാൻ ഉൾപ്പെടെ 9 അംഗങ്ങളാണ് ഡയറക്ടർ ബോർഡിലുള്ളത്. ചെയർമാൻ എന്ന് പറയുന്നത് സ്പോൺസറിംഗ് ബാങ്കിൻ്റെ ഓഫീസറായിരിക്കും, അല്ലെങ്കിൽ സ്പോൺസറിംഗ് ബാങ്ക് പറയുന്ന ആളാണ് RRBയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ചെയർമാൻ്റെ ടേം ഓഫ് ഓഫീസ് നോട്ട് എക്സീഡിങ് 5 years, 5 വർഷമാണ് ചെയർമാൻ്റെ കാലാവധി. ബാക്കി ഡയറക്ടേഴ്സിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. മാനേജ്മെൻറ്റ് നോക്കുന്നത് 9 അംഗങ്ങളടങ്ങിയ ഡയറക്ടർ ബോർഡാണ്. ചെയർമാൻ സ്പോൺസറിംഗ് ബാങ്കിൻ്റെ ഓഫീസറായിരിക്കും. ബാക്കി 3 നോമിനീസ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും 3 നോമിനീസ് സ്പോൺസറിംഗ് ബാങ്കിൻ്റെയും 2 നോമിനീസ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും ഉണ്ടായിരിക്കും. അങ്ങനെ 9 അംഗങ്ങളാണ് ഡയറക്ടർ ബോർഡിൽ ഉള്ളത്. കേരളത്തിൻ്റെ RRB ആണ് കേരള ഗ്രാമീൺ ബാങ്ക് അല്ലെങ്കിൽ KGB. ഇത് ഫോം ചെയ്തത് 2013 ജൂലൈ 8-നാണ്. 2013 ജൂലൈ 8-നാണ് കേരള ഗ്രാമീൺ ബാങ്ക് ഫോം ചെയ്തത്. ഹെഡ് ക്വാർട്ടേഴ്സ് മലപ്പുറത്താണ്. ഇതാണ് ഇന്ത്യയിലെ ലാർജസ്റ്റ് RRB. ഈ ബാങ്കിനെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് കാനറ ബാങ്കാണ്. കേരള ഗ്രാമീൺ ബാങ്കിനെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് കാനറ ബാങ്ക്. നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും കൂടി മെർജ് ചെയ്തിട്ടാണ് കേരള ഗ്രാമീൺ ബാങ്കായി മാറിയത്. 2013 ജൂലൈ 8-ന് കേരള ഗ്രാമീൺ ബാങ്ക് നിലവിൽ വന്നത് നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും കൂടി മെർജ് ചെയ്താണ്. ഇത് വ്യാസ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ് ഈ ഒരു മെർജിങ് നടന്നത്. RRBയുടെ ഒബ്ജക്റ്റീവ്സിൽ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ സ്പീഡി റൂറൽ ഡെവലപ്മെൻ്റ് ആണ്. ടു പ്രൊവൈഡ് ലോൺ ഫോർ ബാക്ക്വേർഡ് ക്ലാസ് പീപ്പിൾ, ടു എൻകറേജ് എൻ്റർപ്രണർഷിപ്പ് ഇൻ റൂറൽ ഏരിയാസ്, ടു ഇൻക്രീസ് ദ ബാങ്കിങ് ഹാബിറ്റ്സ് എമംഗ് ദ റൂറൽ പീപ്പിൾ ആൻഡ് മൊബിലൈസ് സേവിങ്സ് ഫോർ ദി എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് റൂറൽ ഏരിയാസ്, ടു ഇൻക്രീസ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ബൈ എൻകറേജിങ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഇൻ റൂറൽ ഏരിയ. ഇതൊക്കെയാണ് RRBയുടെ ഒബ്ജക്റ്റീവ്സ്. ഇന്ത്യൻ റീജിയണൽ റൂറൽ ബാങ്കുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. MS സ്വാമിനാഥൻ ഈസ് നോൺ ആസ് ഫാദർ ഓഫ് RRB ഇൻ ഇന്ത്യ. ലോകത്തിലെ RRBയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് യൂനസ് ആണ്. മുഹമ്മദ് യൂനസ് നോൺ ആസ് ഫാദർ ഓഫ് ഗ്രാമീൺ ബാങ്ക് ഇൻ ദ വേൾഡ്. അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് റീജിയണൽ റൂറൽ ബാങ്ക്. റീജിയണൽ റൂറൽ ബാങ്ക് വന്നതുകൊണ്ടുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദേ പ്രൊവൈഡ് ബാങ്കിങ് ഫെസിലിറ്റീസ് ടു റൂറൽ പീപ്പിൾ. റൂറൽ പീപ്പിളിന് ബാങ്കിങ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഹെൽപ്പ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഇൻ റൂറൽ ഏരിയാസ്. റൂറൽ ഏരിയാസിലെ അഗ്രികൾച്ചറിൻ്റെയും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെയും ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്നു. ദേ ക്രിയേറ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ്. റൂറൽ ഏരിയയിലെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നു. പ്രൊമോട്ട് ത്രിഫ്റ്റ് ആൻഡ് എൻ്റർപ്രണർഷിപ്പ് എമംഗ് ദ റൂറൽ പീപ്പിൾ. റൂറൽ പീപ്പിൾസിൻ്റെ ഇടയിൽ ത്രിഫ്റ്റ് സേവിങ് ഹാബിറ്റും അതുപോലെ എൻ്റർപ്രണർഷിപ്പും പ്രൊമോട്ട് ചെയ്യുന്നു. ദേ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഗവൺമെൻറ് സ്കീംസ് ലൈക്ക് IRDP, മിനിമം സപ്പോർട്ട് പ്രൈസ് സ്കീം എക്സെട്ര. IRDP ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, അതുപോലെ മിനിമം സപ്പോർട്ട് പ്രൈസ്, ഇങ്ങനെയുള്ള ഗവൺമെൻറ്റിൻ്റെ സ്കീംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. റീജിയണൽ റൂറൽ ബാങ്ക്സ് ഹെൽപ്പ് ഇൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ റൂറൽ ഏരിയാസ്. എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്നു. ദേ പ്രൊവൈഡ് ക്രെഡിറ്റ് അറ്റ് റീസണബിൾ റേറ്റ് ടു റൂറൽ പീപ്പിൾ. റീസണബിൾ റേറ്റ് ഇൻട്രസ്റ്റിൽ ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ദേ പ്രൊമോട്ട് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ബൈ പ്രൊവൈഡിംഗ് ബാങ്കിങ് ഫെസിലിറ്റീസ് ടു മാർജിനലൈസ്ഡ് സെക്ടർ ഓഫ് സൊസൈറ്റി സച്ച് ആസ് വുമൺ, SC/ST ആൻഡ് മൈനോറിറ്റീസ്. വുമൺ, SC/ST, മൈനോറിറ്റി സെക്ടേഴ്സിന് കൂടുതൽ ബാങ്കിങ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു. കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ സെക്ടേഴ്സിന് റീജിയണൽ റൂറൽ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഇതെല്ലാം RRBസിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ നേട്ടങ്ങളാണ്. അടുത്തത് റീജിയണൽ റൂറൽ ബാങ്ക് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ്. ഒന്നാമത്തേത് ലാക്ക് ഓഫ് ക്യാപിറ്റൽ.
നമുക്കറിയാം ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1 crore ആണ്. ഇത് കൊമേഴ്സ്യൽ ബാങ്കുകളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ലാക്ക് ഓഫ് ക്യാപിറ്റൽ എന്നത് റീജിയണൽ റൂറൽ ബാങ്ക് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. രണ്ടാമത്തേത് ലാക്ക് ഓഫ് ട്രെയിൻഡ് പേഴ്സണൽ. റീജിയണൽ റൂറൽ ബാങ്ക്സ് കൂടുതലും പ്രവർത്തിക്കുന്നത് റൂറൽ ഏരിയാസിനാണ്. അതുകൊണ്ട് തന്നെ ട്രെയിൻഡ് പേഴ്സണലിൻ്റെ അഭാവം ഈ ബാങ്കുകളുടെ മറ്റൊരു ലിമിറ്റേഷനാണ്. മൂന്നാമത്തേത് ഡിപ്പെൻഡൻസ് ഓൺ സ്പോൺസർ ബാങ്ക്. സ്പോൺസറിങ് ബാങ്കിനെ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. ആദ്യം പറഞ്ഞ 2 കാര്യങ്ങൾ തന്നെയാണ് കാരണം. ഒന്ന് ലാക്ക് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലാക്ക് ഓഫ് ട്രെയിൻഡ് പേഴ്സണൽ. ക്യാപിറ്റലിൻ്റെയും ട്രെയിൻഡ് പേഴ്സണലിൻ്റെയും അഭാവം കാരണം സ്പോൺസർ ബാങ്കിനെ കൂടുതലായും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. ഹൈ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻസ്. സ്മോൾ സൈസ് ബിസിനസ്സാണ് റീജിയണൽ റൂറൽ ബാങ്ക് നടത്തുന്നത്. എന്നാൽ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഹൈ ആണ്. ഇതും റീജിയണൽ റൂറൽ ബാങ്ക് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. അടുത്തത് പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസ്. അതായത് പൊളിറ്റിക്കൽ പാട്രണേജ് ഒരു ടൂളായിട്ട് മോസ്റ്റ്ലി യൂസ് ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് തന്നെ പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് റീജിയണൽ റൂറൽ ബാങ്ക് ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ്. അപ്പോൾ ലിമിറ്റേഷൻസ് ഓർ പ്രോബ്ലംസ് ഓഫ് റീജിയണൽ റൂറൽ ബാങ്ക്: ലാക്ക് ഓഫ് ക്യാപിറ്റൽ, ലാക്ക് ഓഫ് ട്രെയിൻഡ് പേഴ്സണൽ, ഡിപ്പെൻഡൻസ് ഓൺ സ്പോൺസർ ബാങ്ക്, ഹൈ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻസ്, പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസ്. റീജിയണൽ റൂറൽ ബാങ്ക് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് നമ്മൾ പഠിച്ചു. 2009 സെപ്റ്റംബറിൽ RRBകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി CK ചക്രവർത്തിയെ ചെയർമാനാക്കിക്കൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. 2010 ഏപ്രിൽ 30 ഈ കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. CRAR അതായത് ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റ് അസറ്റ് റേഷ്യോ ഉയർത്തിക്കൊണ്ടുള്ള ഒരു റീക്യാപിറ്റലൈസേഷൻ സ്ട്രക്ചർ ഈ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തു. റീജിയണൽ റൂറൽ ബാങ്കുകളുടെ റീക്യാപിറ്റലൈസേഷൻ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് CK ചക്രവർത്തി കമ്മിറ്റി. 2013 ഡോക്ടർ വ്യാസ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ് ഇന്ത്യ ഗവൺമെൻറ് RRBകളുടെ അമാൽഗമേഷൻ പ്രഖ്യാപിച്ചത്. റീജിയണൽ റൂറൽ ബാങ്കുകളുടെ അമാൽഗമേഷൻ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് ഡോക്ടർ വ്യാസ് കമ്മിറ്റി. ഈ ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ്റെ ഫലമായിട്ട് അമാൽഗമേഷൻ പ്രഖ്യാപിക്കുകയും ഇന്ത്യയിലുണ്ടായിരുന്ന 196 RRBകൾ 2013 മാർച്ചിലാവുമ്പോഴേക്കും 64 എണ്ണമായി കുറയുകയും ചെയ്തു. അങ്ങനെയാണ് കേരളത്തിലെ സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും അമാൽഗമേറ്റ് ചെയ്ത് കേരള ഗ്രാമീൺ ബാങ്കായി മാറി. നിലവിൽ ഇന്ത്യയിൽ 43 RRBകളാണ് ഉള്ളത്. RRBകൾ ഇല്ലാത്ത സംസ്ഥാനങ്ങളാണ് ഗോവയും സിക്കിമും. 2015 RRB ആക്ട് അമെൻഡ് ചെയ്തു. 2015 RRB അമെൻമെൻറ്റ് ആക്ട് പ്രകാരം ഓതറൈസ്ഡ് ക്യാപിറ്റൽ 5 കോടിയായി ഉയർത്തി. ഇഷ്യൂഡ് ക്യാപിറ്റൽ 25 ലക്ഷത്തിൽ കുറയരുത്, 1 കോടിയിലധികമാവുകയും വേണം. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്പോൺസറിംഗ് ബാങ്കിൻ്റെയും ഷെയർ കോൺട്രിബ്യൂഷൻ 51% കുറയാൻ പാടില്ല. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ 15% നിന്നും വേണമെങ്കിൽ ഉയർത്താം. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും കോൺട്രിബ്യൂഷൻ കൂടാതെ RRBകൾക്ക് മറ്റ് സോഴ്സ് ഓഫ് ഫണ്ടും വേണമെങ്കിൽ കണ്ടെത്താം. ഇതൊക്കെയാണ് അമെൻമെൻറ്റ് ആക്റ്റിൽ പറയുന്നത്. ഇതോടുകൂടി ബാങ്കിങ്ങിലെ 3ാമത്തെ മൊഡ്യൂളും കംപ്ലീറ്റ് ആയി. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്